കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോട് അനുബന്ധിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗം കോൺഗ്രസ് വിട്ടുപോയപ്പോൾ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ കരുത്തായി നിലനിന്നിരുന്നത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമായിരുന്നു. യഥാർത്ഥ കേരള കോൺഗ്രസുകാർ ഇപ്പോഴും കോൺഗ്രസിനോടൊപ്പം തന്നെ നിലനിൽക്കുന്നു എന്നായിരുന്നു അന്നത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ അവകാശവാദം. ഇന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുകയാണ് കോൺഗ്രസ് അടക്കമുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും. അതിൽ കോൺഗ്രസിൽ ജോസഫ് വിഭാഗത്തിന് കോട്ടയം സീറ്റ് വേണം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ കോട്ടയം സീറ്റിൽ മത്സരിക്കും എന്ന ഒരു ആവശ്യമാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നടത്തിയ ഉഭയകക്ഷി യോഗത്തിൽ ജോസഫ് വിഭാഗം ഉന്നയിച്ചത്. അതായത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടക കക്ഷികളിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്നത് മുസ്ലിം ലീഗാണ്. അത് കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ RSP അടക്കമുള്ള മറ്റ് ഘടക കക്ഷികൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷി തന്നെയാണ് കേരള കോൺഗ്രസിന്റെ ജോസഫ് വിഭാഗം. അതുകൊണ്ട് ആദ്യ ചർച്ച നടത്തിയതും കേരള കോൺഗ്രസുമായി തന്നെയാണ്. ആ ചർച്ചയിൽ UDF കൺവീനർ MM ഹസൻ അടക്കമുള്ളവർ പ്രതിപക്ഷ നേതാവിന്റെ കണ്ടോൺമെന്റ് ഹൗസിൽ വെച്ചായിരുന്നു ചർച്ച നടത്തിയത്. ചർച്ച കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ മുഖത്ത് അത്ര വലിയ പ്രസരിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ചർച്ച അവസാനിച്ചതുമില്ല, തീരുമാനം ആയതുമില്ല. കോട്ടയം തങ്ങൾക്ക് അവകാശപ്പെട്ട സീറ്റാണ്, തങ്ങളുടെ കയ്യിലിരിക്കുന്ന സീറ്റാണ്, അത് തന്നെ ഇത്തവണയും ആവശ്യപ്പെട്ടു എന്ന് മങ്ങിയ മുഖത്തോടു കൂടി തന്നെയാണ് ജോസഫ് വിഭാഗത്തിന്റെ നേതാവ് ജോസഫ് അറിയിച്ചത്. പിന്നാലെ വന്ന MM ഹസൻ പറയുന്നത് ചർച്ച കഴിഞ്ഞിട്ടില്ല, ചർച്ച വീണ്ടും ആരംഭിക്കും, ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല, അവർ അവരുടെ സീറ്റ് ആവശ്യപ്പെട്ടു, പക്ഷെ അതിലൊരു തീരുമാനം UDF എടുത്തിട്ടില്ല എന്നും വ്യക്തമാക്കുന്നു. ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം അല്ലെങ്കിൽ ചോദ്യമാകേണ്ട ഒരു കാര്യം, വരുന്ന 29-ാം തീയതി മുസ്ലിം ലീഗുമായി ഒരു ചർച്ച നടത്തുവാൻ പോവുകയാണ് UDF. ആ ചർച്ചയുടെ പ്രധാനപ്പെട്ട വിഷയത്തിലൊന്ന് വയനാട് ലോക്സഭാ മണ്ഡലം കൂടി മുസ്ലിം ലീഗിന് കൊടുക്കുമോ എന്നുള്ളതാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചില്ലെങ്കിൽ അവിടെ തങ്ങൾ മത്സരിക്കുമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുകയും ചെയ്തു. അതായത് മുസ്ലിം ലീഗിന് ഒരു സീറ്റ് കൂടി വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. മുസ്ലിം ലീഗിനോട് വലിയ ചർച്ചകളുടെ ആവശ്യമില്ലാത്ത തരത്തിൽ പൊന്നാനിയിൽ മുസ്ലിം ലീഗ് മത്സരിക്കുമ്പോൾ അവിടെ വലിയ ചർച്ചയുടെ ആവശ്യമില്ല, മുസ്ലിം ലീഗ് മത്സരിച്ചോട്ടെ എന്ന തുറന്ന നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസ് കോട്ടയത്ത് ജോസഫ് വിഭാഗം മത്സരിക്കുന്നതിൽ വലിയ ചർച്ചയിലേക്കൊക്കെ വഴിതിരിച്ചു വിടുകയാണ്. ചർച്ചകൾ അവസാനിക്കുന്നില്ല, ചർച്ചകൾ നീളും, ഒടുവിലെ തീരുമാനം പറയുന്ന തരത്തിലേക്കൊക്കെയാണ് MM ഹസൻ മാധ്യമങ്ങളോട് പറയുന്നത്. എന്തുകൊണ്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സീറ്റ് ചർച്ചയ്ക്ക് മാത്രം ഇത്ര ദൈർഘ്യം വരുന്നു? കാരണം വളരെ വ്യക്തമാണ്. നിലവിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് മാണി വിഭാഗം പോയതോടുകൂടി ജോസഫ് വിഭാഗത്തിന് അത്ര വലിയ ശക്തിയില്ല എന്ന് തിരിച്ചറിയുന്നു. കോട്ടയത്ത് നിലവിൽ LDFനെതിരായി NDAക്കെതിരായി മത്സരിപ്പിച്ച് വിജയിപ്പിക്കുവാൻ സാധ്യതയുള്ള, വിജയിച്ചു വരുവാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനില്ല എന്ന ഒരു ചർച്ച കോൺഗ്രസിനുള്ളിൽ തന്നെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജോസഫ് വിഭാഗത്തിന് പകരമായി കോൺഗ്രസിന്റെ ആരെങ്കിലും കോട്ടയത്ത് നിന്ന് മത്സരിച്ച് വിജയിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. ജോസഫ് വിഭാഗത്തിന് ആകെ ശക്തി കേന്ദ്രമായി നിലനിൽക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലം കോട്ടയമാണ്. പക്ഷേ അവിടെ ജോസഫ് വിഭാഗത്തിനേക്കാൾ നിലവിൽ ഇപ്പോൾ ശക്തർ കോൺഗ്രസ് ആണെന്നും കോൺഗ്രസിന് അവിടെ കൃത്യമായ മുഖമുണ്ടെന്നും കോൺഗ്രസിന്റെ നേതാക്കന്മാർ മത്സരിച്ചാൽ മാത്രമേ അവിടെ വിജയിക്കൂ എന്നും കോൺഗ്രസിന്റെ താഴെത്തട്ടിലുള്ള ചില നേതാക്കന്മാർക്ക് ബോധ്യമുണ്ട്, അല്ലെങ്കിൽ അവരങ്ങനെ അവകാശപ്പെടുന്നുണ്ട്. അങ്ങനെ വന്നാൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം എന്ത് ചെയ്യും എന്നുള്ളതാണ് ഒരു ചോദ്യം. ഇടുക്കി കൊടുക്കില്ല, കാരണം അവിടെ ഡീൻ കുര്യാക്കോസ് തന്നെ മത്സരിക്കും. അത്തരത്തിൽ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളും സ്വന്തമാക്കണമെന്ന ഉറച്ച തീരുമാനത്തോടുകൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുവാൻ പോകുന്ന കോൺഗ്രസിന് ഒരു ഭാഗ്യപരീക്ഷണം നടത്തുവാനുള്ള ആഗ്രഹമില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ജോസഫ് വിഭാഗത്തിന് കോട്ടയം കൊടുക്കാനുള്ള സാധ്യതയും കുറവാണ്, ഇടുക്കി പകരം കൊടുക്കാനുള്ള സാധ്യതയും കുറവാണ്. അങ്ങനെ വന്നാൽ ജോസഫ് വിഭാഗം തുടർന്നും കോൺഗ്രസിൽ പഞ്ചപുച്ഛമടക്കി നിലനിൽക്കുമോ, അല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും ജോസഫ് വിഭാഗത്തിന്റെ നിലപാട് എന്നത് വളരെ പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ്. LDFിലേക്ക് പോകുവാനുള്ള സാധ്യത കുറവാണ്. കാരണം മാണി വിഭാഗവുമായുള്ള കടുത്ത എതിർപ്പ് തന്നെയാണ് അതിന്റെ കാരണം. പിന്നെ എവിടേക്ക്? പിന്നെ സാധ്യത BJP ആണ്, NDA ആണ്. ക്രൈസ്തവ മതവിശ്വാസികൾ കൂടുതലുള്ള കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്
ക്രൈസ്തവരെ തങ്ങളോട് ചേർത്ത് നിർത്തുവാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്ന BJP-യോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായും കോട്ടയത്ത് ഒരു ഇടം ലഭിക്കും എന്നത് തർക്കമില്ലാത്ത ഒന്ന് തന്നെയാണ്. അങ്ങനെ വന്നാൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ചരിത്രപരമായ ഒരു നീക്കത്തിന് തയ്യാറെടുക്കുമോ? അവർ NDA-യോടൊപ്പം ചേരുമോ? BJP-ക്ക് നിലവിൽ വിജയ സാധ്യതയുള്ള 6 സീറ്റുകളോടൊപ്പം ഒന്നുകൂടി ചേർന്ന് 7 എന്ന് വർദ്ധിക്കുമോ എന്നതും വളരെ പ്രസക്തമായ ഒന്ന് തന്നെയാണ്. നിലവിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയുണ്ട്. അത് മറ്റാരുമല്ല, ഒരു കാലത്ത് NDA-യുടെ സഖ്യത്തിൽ നിന്നിരുന്ന, NDA-യുടെ പക്ഷം നിന്നിരുന്ന PC തോമസ് ആണ്. PC തോമസ് എന്തുകൊണ്ടും ശക്തനായ ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്. 2004 മൂവാറ്റുപുഴ ലോക്സഭാ മണ്ഡലത്തിൽ LDF-നും UDF-നും എതിരായി IFDP-യുടെ സ്ഥാനാർത്ഥിയായി, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് 2,56,411 വോട്ടുകൾ കരസ്ഥമാക്കി വിജയിച്ചു വന്ന രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. അന്ന് ജോസ് കെ മാണി 3ാം സ്ഥാനത്തായിരുന്നു. അത്തരത്തിൽ രാഷ്ട്രീയപരമായ നേട്ടങ്ങളൊക്കെ ഒറ്റയ്ക്ക് നിന്ന് പൊരുതി നേടിയിട്ടുള്ള PC തോമസ് NDA-യുടെ ഭാഗമായി ഒരു കാലത്ത് നിന്നിരുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. സ്വാഭാവികമായും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തോടൊപ്പം നിൽക്കുന്ന PC തോമസ് തന്നെയായിരിക്കും NDA പക്ഷത്തേക്ക് ജോസഫ് വിഭാഗം പോയാൽ സ്ഥാനാർത്ഥി. അത്തരത്തിൽ NDA പക്ഷത്തേക്ക് PC തോമസും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും പോയി കഴിഞ്ഞാൽ 2004 നടന്നത് ഇവിടെ വീണ്ടും ആവർത്തിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ക്രൈസ്തവ മതവിശ്വാസിയായ ഒരു BJP സ്ഥാനാർത്ഥി, ഒരു NDA സ്ഥാനാർത്ഥി മത്സരിച്ച് വിജയിച്ച് ലോക്സഭയിലേക്ക് എത്തുമെന്ന് പറയേണ്ടതായുണ്ട്. ഇനി അറിയേണ്ടത് കേരള കോൺഗ്രസിന്റെ നീക്കമാണ്. നീണ്ടുപോകുന്ന ചർച്ചകളിൽ പഞ്ചപുച്ഛമടക്കി ജോസഫ് വിഭാഗം നിലനിൽക്കുമോ? അല്ല, നിലപാടുകൾ സ്വീകരിച്ച് കടുത്ത തീരുമാനങ്ങൾ എടുത്ത് ജോസഫ് വിഭാഗം NDA-യുടെയോ LDF-ന്റെയോ ഒപ്പം ചേരുമോ എന്നത് കണ്ടറിയേണ്ടതാണ്. കാത്തിരിക്കാം. രാഷ്ട്രീയ കളിക്കളത്തിൽ മാറ്റുരയ്ക്കാൻ പോകുന്നത് ആര് ആർക്കൊക്കെ ഒപ്പമാണെന്ന്.